അരുൺ, അരുണിന്റെ കുഞ്ഞല്ലേ, ഒന്ന് ചെവി വെച്ച് നോക്ക്. അരുൺ, ഒന്ന് വെച്ച് നോക്ക്. എനിക്കൊന്നും തോന്നുന്നില്ല. എന്നോട് മാത്രമല്ല, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടും അരുണിന് എനിക്ക് സ്നേഹമില്ലാത്തോണ്ടാ. പക്ഷേ എനിക്കങ്ങനെയല്ല. ഇപ്പോ ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് അരുണിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരിക. ഇപ്പോഴും അരുൺ എന്റെ അടുത്ത് തന്നെ വേണമെന്നൊരു തോന്നല. ശോ, എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞൊന്ന് പിറന്നു കിട്ടിയാ മതിയായിരുന്നു, അല്ലേ അരുണെ? അരുണ് മോൻ വേണോ മോള് വേണോ? അത് മോള് മതി. ഓ, ഒരു മോളുള്ളത് പോരാ, വീണ്ടും മോള് തന്നെ വേണം. എന്താ ശരി ആലോചിക്കുന്നത്? അല്ല, അരുണ് പെൺമക്കളോടെ ഇഷ്ടമല്ലേ? ആ, ചിലർക്ക് അങ്ങനെയാ. മൂത്തത് പെണ്ണായ ഇളയതും പെണ്ണാവണം. അല്ല, പെണ്ണ് തന്നെയാ നല്ലത്. എനിക്കോ മിസ് ഇന്ത്യ ആവാൻ പറ്റിയില്ല. നമ്മുടെ മോളെ നമുക്ക് മിസ് ഇന്ത്യ ആക്കണം, അല്ലേ അരുണേ? ആ, അല്ല, കുഞ്ഞ് ജനിക്കട്ടെ, അതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഐശ്വര്യ റെസ്റ്റ് എടുക്ക്. അയ്യോ, അത് പറ്റില്ല. അരുൺ പോവാൻ പറ്റില്ല. അരുണിന്റെ മടിയില് കുറച്ചു നേരം കിടക്കാൻ എനിക്ക് കൊതി തോന്നാ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അരുൺ ഇവിടെ ഇരിക്കുന്നേ. ഞാൻ കുറച്ചു നേരം ആ മടിയിലൊന്ന് കിടക്കട്ടെ. ശ്രീകുട്ടി വിളിച്ചിട്ട് ഒന്ന് അവിടം വരെ പോകാൻ പോലും പറ്റുന്നില്ലല്ലോ. അരുൺ, എന്താലോചിക്ക? എന്റെ തലയില് ഒന്ന് സ്നേഹത്തോടെ തടവി. ഈ മടി കിടന്ന് എനിക്കൊന്ന് ഉറങ്ങണം. അരുൺ, പ്ലീസ് ഒന്ന് തടവ്. ഇന്ന് അരുൺ മോളെ കാണാൻ പോയതുപോലെ തന്നെ. ഇന്നെന്നല്ല, ഇനി ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. നോക്കിക്കോ.